ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുലിഖിതം. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നേറ്റ് പറയാം. യോഹന്നാൻ 6:38. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് ഈ മണിക്കൂറിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിന്റെ അനുഭവം ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദിവ്യകാരുണ്യത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നുമുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2008 ഒടുവിലായതിന് കൊച്ചിൻ്റെ കാലിന് ഇങ്ങനെ വല്ലാതെ കൊച്ചു കാല് വെച്ച് നടക്കുന്നു. പുരി മാത്രം ചവിട്ടുന്നു. മുന്നത്തെ പാത ഇങ്ങനെ പൊങ്ങി വെച്ച് ഇങ്ങനെ എത്തി നടക്കുന്നു. കുഞ്ഞെന്താ ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നത്? ഒന്നും വീണുമില്ല, കാലൊന്നും ഉളുക്കിയില്ല. എന്താ കാര്യമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അവസാനം കുഞ്ഞിൻ്റെ കാലിൻ്റെ അടിവശം നോക്കിയപ്പം മഞ്ചാടിക്കുരു വലുപ്പത്തിൽ 2 ആണി കുഞ്ഞിൻ്റെ പാദത്തിൽ കണ്ടു. അത് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിനെന്ത് ചെയ്യാവുന്ന. കുഞ്ഞിന് ദിവസം തോറും വേദന കൂടിക്കൊണ്ട് വരുമായിരുന്നു. അപ്പം കുഞ്ഞിന് നടക്കാൻ ബുദ്ധിമുട്ടായപ്പം ഡോക്ടറെ കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു സർജറി ചെയ്ത് എടുത്തു മാറ്റണം. ഇത് പ്രഷർ കോണാണ്, ഇവൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് വന്നതാണ്. പ്രഷർ കോണാണ്, സർജറി ചെയ്ത് മാറ്റണം. മാറ്റിയാലും പിന്നെയും വരാനും സാധ്യതയുണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു സർജറി ചെയ്യണമെങ്കിൽ ലിസ്റ്റ് ഒരു 3-4 ദിവസത്തെ ഹോളിഡേ എങ്കിലും വേണമല്ലോ. കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ക്രിസ്മസ് ഹോളിഡേയ്സ് ആവട്ടെ പോകാമെന്ന്, സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ആ ദിവസങ്ങളിൽ അപ്പം ഇങ്ങനെ UAE-യിലില്ലായിരുന്നു, ഓഫീസ് ആവശ്യത്തിനായിട്ട് പുറത്തായിരുന്നു. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു. എല്ലാ ഞായറാഴ്ച വൈകിട്ടത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. 7 മണിക്ക് TV-യുടെ മുന്നിൽ എത്തിയിരുന്നു. വചനം മുഴുവൻ ശ്രവിച്ചു. ആരാധനയാവുമ്പോൾ എല്ലാ ദിവസവും ഞാൻ അലനെ വിളിച്ചിട്ട് മോനെ മുട്ടുകുത്ത്, ഈശോയെ അവിടെ വന്നിരിക്കുന്നതെന്നും പറയാറുണ്ടായിരുന്നു. ഇതുപോലെ പതിവ് പോലെ അന്ന് ഞാൻ മോനെ വിളിച്ചു. അന്ന് ഞാൻ മുട്ടുകുത്താൻ പറഞ്ഞില്ല. എനിക്കെന്തോ തോന്നി. അവിടെ സോഫയിലിരുന്നു. എന്നിട്ട് ഈ ടീപ്പോയിലോട്ട് കുഞ്ഞിൻ്റെ ആ കാലെടുത്ത് ഇങ്ങനെ ഈശോ തൊട്ട് മുന്നേ TV വെച്ചിരിക്കാം, ഈശോയിലോട്ട് ഇങ്ങനെ ആ കാല് കാണിച്ചുകൊണ്ട് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ഇത് വെറും ഒരു ഗോതമ്പപ്പമല്ല, ഈ ദിവ്യകാരുണ്യത്തിലെ സത്യമായും ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. കുഞ്ഞ് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈ ഈശോ കുഞ്ഞിനെ തൊടും എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കാലിൽ ആ മഞ്ചാടിക്കുരു വലുപ്പത്തിലുള്ള ആ കോണ് പതുക്കെ ഒന്ന് മാഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അത് നിന്നിരുന്ന സ്ഥലം പോലും കാണുന്നില്ല. അപ്പ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കൊച്ചിൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല, അത് മാറിയിരിക്കുന്നു. 2009 വെക്കേഷന് തന്നെ ഞങ്ങളെ നാട്ടിൽ പോയി അട്ടപ്പാടിയിൽ പോയി ധ്യാനം കൂടുകയും ഈ സാക്ഷ്യം അവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ച അഭിഷേകാഗ്നി ശുശ്രൂഷ TV നടക്കുന്ന സമയത്ത് ഒരു കുറച്ച് നേരത്തെ ആരാധനയുണ്ട്. ഈ ആരാധന ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ കുഞ്ഞിന്റെ കാല TV-യുടെ നേരെ, ആ ദിവ്യകാരുണ്യ നാഥന്റെ നേരെ ഇങ്ങനെ കാണിച്ചിട്ട് TV-യിലാണെന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു കാര്യം, വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കാന്ന് വിചാരിക്കും. സഹോദരന്മാരെ, പന്തലിരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ സ്ക്രീനിന്റെ മുമ്പിലാണ്, ഇവിടെ അച്ഛനെ കാണുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ആരാധന നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ പുറത്താണല്ലോ, ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ സ്ക്രീനിന്റെ മുമ്പിലാണെങ്കിലും നിങ്ങളൊരു ആത്മീയ ശുശ്രൂഷകരാണ്. അപ്പോൾ ആത്മീയ ശുശ്രൂഷിക്കുന്നത് ഇവരെന്ത് ചെയ്ത് വിശ്വാസത്തോടെ ആ സ്ക്രീനിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കാല് വെച്ചിട്ട് ഇവർ വിശ്വാസം പറഞ്ഞു, ഞങ്ങൾ സ്ക്രീനൊന്നുമല്ല, ഞങ്ങൾ TV ഒന്നുമല്ല കാണുന്നത്, ഞങ്ങൾ ഈശോയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഈശോയെ ഈ കാല് കാണണേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു, നീ ഇങ്ങനെ കാല് താത്തിയിരുന്നു, ഈശോ നിന്റെ കാലൊന്നും കാണണ്ട, നീ ഈശോയെ കാല് കാണിക്കാൻ പറഞ്ഞു. കാലങ്ങനെ എന്നിട്ട് അങ്ങനെ കരഞ്ഞു.
മൂന്നാം ദിവസം നോക്കുമ്പോൾ പാട് പോലും ഇല്ലാതെ പരിപൂർണ ഹീലിംഗ് കൊടുത്ത് കർത്താവ്. ഹല്ലേലൂയ. ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി നന്നായിട്ട് നാടിക്കേ, ആടിപ്പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടുന്ന് ഈ സമയം യേശുവിന്റെ നാമത്തിലൊരു അനുഗ്രഹത്തിനായി എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇനി ആരെങ്കിലും കൂട്ടായ്മയിലേക്ക് വരാനുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരെ ക്ഷണിക്കുക. മക്കൾ ആരെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് കൂടെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഭവനത്തിലെ അവസ്ഥ എന്താണ്, ആ അവസ്ഥയിൽ നിങ്ങൾ യേശുവിനെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. യേശുവിനെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ടീമിനോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ധ്യാന കേന്ദ്രത്തിൽ എന്നതുപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ആ കോൺവെന്റിൽ ഇരുന്ന് ഇപ്പം എവിടെയാണോ അവിടെ ഇരുന്ന് ഈ ടീമിനോട് ചേർന്ന് യേശുവിനെ നാമം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: യേശുവേ, യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വേദനകളോടും എല്ലാ ദുഃഖങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ നിമിഷങ്ങൾ ഇടപെടണമേ. കാലങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ അവിടുന്ന് തകർക്കണമേ. യേശുവേ, രോഗപീഠകളെ ശാസിക്കണമേ. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപികളെ അവിടുന്ന് ഇപ്പോൾ ശാസിക്കണമേ. കാളക്കൂറ്റന്മാരെ ആട്ടിഭായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കുന്നു, ഹൃദയം തുറന്ന് സ്തുതിക്കുന്നു. യേശുവിന്റെ അത്ഭുത ശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, രോഗത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. അന്ധകാര കോട്ടകളെ ശാസിക്കുന്നു, ദുരാത്മ പീഡകളെ ബന്ധിക്കുന്നു, ബാധകളെയും ബോധങ്ങളെയും ശാസിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോട്ടെ. ആരാധന, 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 ആരാധന. വിദ്യാർത്ഥികളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ. അഹങ്കാരം മാറട്ടെ, ധാർഷ്ട്യം മാറട്ടെ, പിടിവാശി മാറട്ടെ, ദുർവാശി വിട്ടുപോകട്ടെ, മദ്യപാനപീഠ മാറട്ടെ, ദൈവകൃപ നിറയട്ടെ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരാധന, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഭിവാദനം ചെയ്യാൻ അച്ഛന് വളരെ സന്തോഷമുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രഭാഷകൻ 11:4 ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത് എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും ശിരസ് ഉയർത്തി നോക്കുക. അനേകം വ്യക്തികൾ ദൈവവിചാരത്തോടും ദൈവഭയത്തോടും കൂടി ജീവിക്കുമ്പോൾ മറ്റനേകം പേരുടെ ഒരു രീതി
എനിക്ക് മുകളിൽ ആരുമില്ല എന്നൊരു ഭാവത്തോടെയുള്ള പെരുമാറ്റങ്ങൾ, എനിക്ക് മുകളിൽ ആരുമില്ല എന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ, അത് മാതാപിതാക്കളാണെങ്കിലും അത് മേലധികാരികളാണെങ്കിലും അതാരാണെങ്കിലും ശരി, എനിക്ക് വിഷയമല്ല എന്ന ഭാവത്തിൽ ഇടം വലം തിരിച്ചറിവില്ലാതെ മേല് കീഴ് നോട്ടമില്ലാതെ ഒരു പ്രത്യേക തരത്തിലുള്ള വക തിരിവില്ലാത്തൊരു ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മുടെ സഹോദരങ്ങളിൽ അനേകരെ സാത്താൻ വ്യതിചലിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം അച്ഛൻ ഒരു സഹോദരൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹം ഇന്ന് ആത്മീയ കാര്യങ്ങളെ ദുഷിക്കുന്നു, ആത്മീയ കാര്യങ്ങളോട് കൊമ്പ് കോർക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ കൊമ്പ് കോർക്കുകയാണ്, അല്ലെങ്കിൽ ദൈവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മർക്കട മുഷ്ടിയോടെ ഇടപെടുകയാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇപ്പോൾ ആവശ്യമില്ല, എൻ്റെ കാര്യം ഞാൻ അത്യാവശ്യം ഞാൻ നോക്കിക്കോളാം. ലോകത്തിൽ കുറേ പേരുടെ ചിന്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ സഹോദരൻ ഇങ്ങനൊരു ചിന്തയുടെ അടിസ്ഥാനം? എനിക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്, എനിക്ക് അത്യാവശ്യം പഠിപ്പുണ്ട്, എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട്, എനിക്ക് അത്യാവശ്യം ലോകകാര്യങ്ങൾ അറിയാം, ഇനി എന്നെ ആരും പഠിപ്പിക്കണ്ട, ഇപ്പോൾ അത്യാവശ്യത്തിന് എനിക്കുണ്ട് എന്നൊരു ഭാവം അദ്ദേഹത്തെ ഗ്രസിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്കിപ്പോൾ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഞാനൊന്നും പ്രാർത്ഥിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൃദ്ധിയിൽ, അദ്ദേഹത്തിൻ്റെ ആ നന്മയിൽ അദ്ദേഹം അങ്ങോട്ട് മതിമറക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഗ്രസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് നല്ലൊരു ഉപദേശം തരുന്നുണ്ട്. എല്ലാ ദൈവമക്കളും ഇത് കേൾക്കണം. എനിക്ക് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് ദേഷ്യമില്ലെന്ന് ആദ്യം നിങ്ങളോട് പറയുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. പ്രഭാഷകൻ 11:4 പഠിപ്പിക്കുകയാണ്, ബഹുമാനിതനാകുമ്പോൾ നീ ഞെളിയരുത്, എന്നെ കവിഞ്ഞ് ആരുമില്ല, ഞാനൊരു കേമൻ. ഈ ഒരു മനോഭാവം മാതാപിതാക്കളോട് കാണിക്കരുത്, ഈ ഒരു മനോഭാവം ആത്മീയതയോട് കാണിക്കരുത്, ഈ ഒരു മനോഭാവം ദൈവത്തോട് കാണിക്കരുത്, ഈ ഒരു മനോഭാവം ചുറ്റുവട്ടത്തുള്ളവരോട് കാണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെന്താണ് അങ്ങനെ കാണിക്കരുത് എന്ന് ദൈവവചനം നമ്മളോട് പ്രബോധനം നൽകാൻ കാരണം എന്താണ്? പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ, എന്തെന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരവുമത്രേ. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമില്ലാത്തവർ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അപമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് വേണ്ടി കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങൾ ജീവിതത്തിൻ്റെ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. വചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. വീണ്ടും വചനം പഠിപ്പിക്കുക, നിങ്ങൾ ഏറ്റു പറയണം, എന്തെന്നാൽ കർത്താവിന്റെ പ്രവർത്തികൾ വിസ്മയകരവും മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരവുമത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മളെല്ലാം ഭദ്രം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷണം മതി എല്ലാം തകർന്ന് തരിപ്പണമായി നാം ഒന്നുമല്ലാത്തവരായി മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടി കൈ നീട്ടി നിൽക്കേണ്ട ഒരു സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ സംജാതമാകാൻ അത് മാത്രം മതി. ഞാനും നിങ്ങൾ വലിയ താൻ പോരിമാ ഭാവത്തോടെ ചുറ്റുമുള്ളവരെ ചവിട്ടിമതിച്ച്, തടവിൽ കിടക്കുന്നവരെ ചവിട്ടി അരച്ച്, എൻ്റെ കീഴിലുള്ളവരെ ഞെരുക്കി, അങ്ങനെ എനിക്ക് മുകളിൽ ആരുമില്ല എന്ന ഭാവത്തിൽ കുടുംബത്തിലും സമൂഹത്തിലും ആത്മീയതയിലും വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ എങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിന്നെ തറ പറ്റിക്കുകയും മറ്റുള്ളവരെ കരുണയ്ക്ക് വേണ്ടി കൈ നീട്ടി നിൽക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ നിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ തക്കവിധം ഒരു ശക്തി നിന്റെ ചുറ്റിനും ഇതാ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ദൃഷ്ടിക്ക് അഗോചരമായ വിധത്തിൽ, മനുഷ്യന്റെ ദൃഷ്ടിക്ക് കാണാൻ പറ്റാത്ത ഒരു ശക്തി ചുറ്റിനും വ്യാപരിക്കുന്നുണ്ട്.
മനുഷ്യന്റെ ദൃഷ്ടിക്ക് അഗോചരമായ ഒരു ശക്തി നമ്മുടെ കുടുംബത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് കർത്താവിൻ്റെ പ്രവൃത്തി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആ പ്രവൃത്തിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അത് വിസ്മയകരമായിരിക്കുന്നു, അത് മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആളുകൾ കാണുമ്പോൾ പറയും, അയ്യോ ആ കുടുംബം ഇതേപോലെ തകർന്നോ. വീണ്ടും ആളുകൾ കാണുമ്പോൾ ചില നിസ്സാര ആളുകൾ ഉയർന്നു നിൽക്കുന്നു, അയ്യോ അവർ ഇത്രയും ഉയർന്നോ, അത്ഭുതപ്പെടും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മയകരങ്ങൾ, കർത്താവിൻ്റെ പ്രവൃത്തികൾ അഗോചരങ്ങൾ. അത് ഞാൻ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രവൃത്തികളുടെ രീതി തുടർന്നൊന്ന് വിശദീകരിക്കുകയാണ്. അതാണ് 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. വായിക്കാം. കിരീടധാരികൾ തറപറ്റുന്നു, കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തികളുടെ രീതിയാണ്. കിരീടധാരികൾ തറപറ്റും എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ആശ്രയിച്ച് നിൽക്കുന്ന ആ വലിയ കിരീട അവസ്ഥയിലിരിക്കുന്നവർ, വലിയ മഹത്വത്തിൻ്റെ അവസ്ഥയിരിക്കുന്നവർ, ഉയർന്ന പീഠങ്ങളിൽ ഇരിക്കുന്നവർ ക്ഷണനേരം കൊണ്ട് ഒന്നുമല്ലാതായി മാറുന്നു. കിരീടധാരികൾ തറപറ്റുന്നു. എന്നിട്ട് വചനം പഠിപ്പിക്കുകയാണ്, ഒന്നുമല്ലാത്തവർ കിരീടമണിയുന്നു. എന്നിട്ട് 6ാമത്തെ വചനത്തിൽ ഒരു ഗുണപാഠം ഇതാ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഗുണപാഠം എങ്ങനെയാണ്? എത്രയോ മന്നന്മാർ അപമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് വേണ്ടി കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. ഇതൊരു ജീവിത പാഠമാണ്. നമ്മളത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ജീവിത പാഠമാണിത്. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 75-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നീ ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, നീ ഗർവോടെ സംസാരിക്കുകയും അരുത്. വചനേറ്റ് പറയാം, ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 75-ാം സങ്കീർത്തനത്തിൽ 7-ാം തിരുലിഖിതം കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്, താഴുന്നതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് കർത്താവത്രേ. ഏറ്റു പറയാം, താഴ്ന്നതിനെ ഉയർത്തുന്നതും താഴ്ന്നതിനെ ഉയർത്തുന്നതും ഉയർന്നതിനെ താഴ്ത്തുന്നതുമായ വിധി നടപ്പാക്കുന്നത് കർത്താവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. അതാണ് റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. വീണ്ടും സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 16 തൊട്ട് 18 വരെ തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു, സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല, കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല, പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്, അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് പടക്കുതിരയുണ്ട് എന്ന് വിചാരിച്ച് വിജയം നമ്മുടെ കരങ്ങളിലേക്ക് വരണം നിർബന്ധമില്ല. നമുക്ക് എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ച് അതെല്ലാം പ്രയോജനപ്പെടണം നിർബന്ധമില്ല. പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. 18-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഇതാ തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. 127-ാം സങ്കീർത്തനത്തിൽ 1-ാം തിരുലിഖിതം, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവ് നിഷ്ഫലമാണ്. വേറൊരു വാക്കി പറഞ്ഞാൽ കർത്താവിന് അനുഗ്രഹം ആവശ്യമാണ്. പണമുണ്ട്, പണിക്കാരുണ്ട് എന്ന് വിചാരിച്ച് വീട് നിർമ്മാണം പൂർത്തിയാകണം നിർബന്ധമില്ല. ആരോഗ്യമുണ്ട്, നോട്ടവാശിയുണ്ട്, ആയുധങ്ങളുണ്ട് എന്ന് വിചാരിച്ച് കാവല് വഴി സംരക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് നിർബന്ധമില്ല.
അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആവശ്യമാണ്. വേറെ ബാക്കി പറഞ്ഞാൽ ഇന്ന് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം അത് ശുഭമായി പര്യവസാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഈ ദൈവത്തിന് അനുഗ്രഹം വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഈ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞായറാഴ്ച തോറും ദേവാലയങ്ങളിലേക്ക് പോയി ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് എന്തിനു വേണ്ടിയിട്ടാ? ഈ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോ പെരുമാറ്റം, എളിമയുടെ പെരുമാറ്റം, വിനയത്തിൻ്റെ പെരുമാറ്റം, വിധേയത്വത്തിൻ്റെ ജീവിത രീതി, പ്രാർത്ഥനയുടെ ആത്മീയ ജീവിത രീതി, അത് ദൈവസന്നിധിയിൽ ഒരു പ്രഘോഷണമാണ്. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം എൻ്റെ മേലുണ്ടാകട്ടെ, അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ കൃപയും എൻ്റെ മേലുണ്ടാകട്ടെ. ഹൃദയത്തിൻ്റെ ഒരു നിലവിളിയും ഹൃദയത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കണം. പ്രഭാത പ്രാർത്ഥന ചെയ്യാൻ പറ്റുന്നവർ പ്രഭാത പ്രാർത്ഥന ചെയ്യണം. ദേവാലയ കർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർ അത് പുനരാരംഭിക്കണം. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എന്റെ ജീവിതത്തെ സ്പർശിക്കണമേ, എന്റെ ജീവിതത്തെ സ്പർശിക്കണമേ. തന്നിഷ്ടത്തിൽ നിന്നും, തന്നിഷ്ടത്തിൽ നിന്നും, മർക്കടമുഷ്ടി സ്വഭാവത്തിൽ നിന്നും, മർക്കടമുഷ്ടി സ്വഭാവത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്നെ രക്ഷിക്കണമേ. എനിക്ക് മുകളിൽ ആരുമില്ല, എനിക്ക് മുകളിൽ ആരുമില്ല, എനിക്ക് ആരുടെ അനുഗ്രഹം ആവശ്യമില്ല, എനിക്ക് ആരുടെ അനുഗ്രഹം ആവശ്യമില്ല. ഇങ്ങനെയുള്ള പൈശാചിക പീഡകൾ അവിടുന്ന് പറിച്ചു കളയണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അനുഗ്രഹത്തിന്റെ മാലാഖ അയക്കണമേ. ഈ കുടുംബങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഈ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഈ കുട്ടികളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഈ യുവതിവാക്കന്മാരെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇവരിൽ കുടികൊള്ളുന്ന മോഷ്കിന്റെ ആത്മാവിനെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. എതിർപ്പിന്റെയും മണ്ണടിക്കുന്നതിന്റെയും വിമത സ്വഭാവത്തിന്റെയും മാത്സര്യത്തിന്റെ അരൂപികളെ യേശു നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന. കൃപയുടെ ആത്മാവ് നിറയട്ടെ, കൃപയുടെ ആത്മാവ് നിറയട്ടെ, സന്തോഷത്തിന്റെ ആത്മാവ് നിറയട്ടെ, സമാധാനം നിറയട്ടെ, തിരിച്ചറിവ് നിറയട്ടെ, വകതിരിവ് നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, സങ്കീർത്തന പുസ്തകം 75-ാം അധ്യായം 5-ാം തിരുലിഖിതം: ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കൃപയാലും വിനയത്താലും വചനത്താലും കുടുംബങ്ങൾ അഭിഷേകം ചെയ്യും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങളും
ദൈവ സന്നിധിയിലേക്ക് ഉയർത്തി. ഹൃദയം നുറുങ്ങി എത്രമാത്രം ദൈവത്തിൻ്റെ അനുഭവം ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും തീഷ്ണതയോടെ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കണം. യേശു നാമത്തിലാണ് വിടുതലുള്ളത്. ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദം നൽകപ്പെടുകയാണ്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, യേശുവേ നീ എന്നും മതിയായവൻ. യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ